ഹലോ ഗായ്സ്, എല്ലാവർക്കും ഡ്രൂക്ക് സീറോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ മൊബൈലിലാട്ടോ കളിക്കുന്നത്. നമ്മൾ ഇനി ആദ്യം തൊട്ട് ബെഡ് ബാറാണ് കളിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ എൻ്റെ വീഡിയോയിൽ ബെഡ് ബാർ കളിക്കാൻ പോവാണ്. ഞാൻ പുതിയ ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്ത് ഈ സ്നോ പാക്കേജ് മേടിച്ചായിരുന്നു. ക്യൂബ് ക്രാഫ്റ്റ് സെർവറിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഇനി മുതൽ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും, സർവൈവൽ വേൾഡൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സെർവറും കളിക്കുന്നതായിരിക്കും. ഗൈസ്, നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനൊരു നല്ലൊരു ആപ്പ് പറയണം കേട്ടോ. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നൊരു ഡിഫോൾട്ടാട്ടോ, ഫോണിൽ തന്നെ ഉള്ള ഒരു ആപ്പിലാണ് കളിക്കുന്നത്. ആപ്പിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. എനിക്കങ്ങനെ ശരിക്കും കളിക്കാറില്ല, മൊബൈലാണ്. ആദ്യം ഒരു പിക്കാക്സ് എടുക്കണം. പിക്കാക്സ് എടുക്കുവാണെങ്കിൽ നമുക്ക് ബെഡ് പൊട്ടിക്കാം, ടെറാക്കോട്ടയൊക്കെ എളുപ്പത്തിൽ പൊട്ടിക്കാം, ബ്രേക്ക് ചെയ്യാം. എനിക്കിതിന് മുന്നേ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നതാണ്. ഇത് ഞാൻ പുതിയതായിട്ട് ഈ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് എടുത്തൊരു അക്കൗണ്ടാണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ എനിക്ക് 11 ലെവലുണ്ടായിരുന്നു. അയ്യോ ഗൈസ്, സ്ലിപ്പായി പോയി ഗൈസ്. നമ്മൾ ഒന്നുകൂടെ കളിക്കാൻ പോകുന്നത്. എനിക്ക് ശരിക്കും നന്നായിട്ടൊന്നും കളിക്കാറില്ല. എനിക്ക് ഇതിന് മുന്നേ കുറച്ച് ലെവലുണ്ടായിരുന്നതാണ്. ഇതിന് ചാനലിന് വേണ്ടി പുതിയ എടുത്താണ്. അതിൽ കുറേ അച്ചീവ്മെൻറ്റ്സൊക്കെ മേടിച്ചായിരുന്നു. അതിൻ്റെ അകത്ത് ഒത്തിരി ഒന്നുമില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയതേ ഉള്ളൂ. ഒക്കെ ഇടാൻ നോക്കുന്നതാണ്. നമ്മൾ മൾട്ടിപ്ലെയർ സെർവറിൽ മൾട്ടിപ്ലെയർ സർവൈവൽ വേൾഡ് കളിക്കുന്നതൊക്കെ വീഡിയോസ് ഇടാൻ പോകുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ഞാൻ നോക്കാം. ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. എനിക്ക് ശരിക്കും അങ്ങനെ സംഭവം ഒന്നും അറിയത്തില്ല. പിന്നെ നിങ്ങൾ ഈ എഡിറ്റ് ചെയ്യാൻ നല്ലൊരു ആപ്പ് പറയണം. എഡിറ്റിംഗ് ഒന്നും അങ്ങനെ അറിയില്ല. ആപ്പ് ഉണ്ടെങ്കിൽ എഡിറ്റ് അറിയാം, അല്ലാതെ ഈ ചെറിയ ആപ്സൊക്കെ എൻ്റെ കയ്യിലുള്ളൂ. അതിലൊന്നും എഡിറ്റ് ചെയ്യാൻ ശരിക്കും എനിക്കറിയില്ല. എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പ് നിങ്ങൾ പറയണം. നമുക്കിനി പിക്കാക്സ് മേടിക്കാം. അതിനുവേണ്ടി കുറച്ച് AFK നിൽക്കണം. അങ്ങനെ നമ്മൾ പിക്കാക്സും എല്ലാം മേടിച്ചു. പിക്കാക്സിൽ 2 അയണേജ് ഒക്കെ ചേർത്തിട്ടുണ്ട്. നമുക്കിനി ആർമറാണ് വേണ്ടത്. നമ്മളൊരു ആർമർ എടുത്തിട്ടുണ്ട്. ഇതല്ലാതെ നമുക്കൊരു ആർമർ വേണം. ഒരു അയൺ ആർമർ മേടിക്കാം. നിങ്ങൾ നല്ല സെർവേഴ്സൊക്കെ പറയണം. ഈ ചിലവർ പറയുന്നുണ്ട്, ഈ എൻ്റെ ഒരു കസിനൊക്കെ പറയുന്ന ഹൈവി കളിക്കാൻ പറയുന്നുണ്ട്. ഞാൻ കളിച്ചിട്ടില്ല അങ്ങനെ. ഞാൻ ക്യൂബ് ക്രാഫ്റ്റ് ആദ്യമായിട്ട് കളിക്കുന്നു. ആദ്യം മുതലേ കളിക്കുന്നു.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, എല്ലാം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനി വീഡിയോസൊക്കെ ഇടുന്നതാണ്. എനിക്ക് ശരിക്കും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ അറിയില്ല. കളിക്കാൻ അത്യാവശ്യമൊക്കെ അറിയാം. ഇനിമി നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. നമ്മൾ കൊന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ 20 ഡയമണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആർമർ മേടിക്കാം. യെസ്, നമ്മൾ ആർമർ മേടിച്ചു ഗൈസ്. യെസ്, ഇനി നമുക്ക് ബെഡൊക്കെ ബ്രേക്ക് ചെയ്യാൻ പോവാം. ഒരാളേ ഉള്ളൂ, ഒരു ടീമേറ്റ് കൂടെ ഉള്ളൂ. നമുക്ക് ഈ കളി ജയിക്കാൻ നോക്കാം. നമ്മളെ അവർക്ക് പേടിയാന്ന് തോന്നുന്നു. അയ്യോ, നമുക്ക് അവരുടെ ബെഡ് പൊട്ടിക്കാം. നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. ഇതെന്തോ ഇത്? അവനെ കൊല്ലാൻ കഴിച്ചു. നമ്മളങ്ങനെ അവൻ്റെ ബെഡ് പൊട്ടിച്ചിരിക്കുകയാണ്. അയ്യോ, ഒരു പി സി ആണെന്ന് തോന്നുന്നു. ഗൈസ്, നമ്മൾ കളി ജയിച്ചു ഗൈസ്. യെസ്. എനിക്ക് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇതിൽ പംകിൻ വിൻ എഫക്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഈ കളി ജയിക്കുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ തലയുടെ മണ്ടയിൽ കൂടി ഇങ്ങനെ ഒരു പംകിനൊക്കെ ഇങ്ങനെ താഴേക്ക് വീണ് പൊട്ടുന്ന പോലെയൊക്കെ ആയിരുന്നു. ആ സാധനം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ അക്കൗണ്ട് എടുത്തുകൊണ്ട് അതെല്ലാം പോയി. എനിക്കിപ്പോൾ ഒരു ലെവലേ ഉള്ളൂ. നേരത്തെ എനിക്ക് 11 ലെവലുണ്ട്, ഞാൻ പറഞ്ഞാണല്ലോ. അപ്പോൾ നമുക്ക് ഇതൊരെണ്ണം കളിച്ച് നോക്കാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പില്ലർ ഓഫ് റോക്ക് എന്നും പറയും, പില്ലർ ഓഫ് ഫോർച്യൂൺ അങ്ങനെയാണ് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മളൊരു പില്ലറയിൽ ഇങ്ങനെ നിൽക്കും. നമ്മൾ താഴെ വീണാൽ ചത്തുപോകും. നമ്മളിങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യണം. നമുക്കിങ്ങനെ ഈ അടുത്തുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ കൊല്ലാം, ചെന്ന് അടിക്കാൻ പറ്റും. അങ്ങനെ അവരെ കൊല്ലണം. അതാണ് പില്ലർ ഓഫ് ഫോർച്യൂൺ. നമ്മൾ എവിടെ വരെ പോകുമെന്നൊന്നും നോക്കാമല്ലോ. ജയിക്കാൻ പറ്റുമോ? അവനറിയാതെ ബാക്കി പോയോ? പോലെ 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 ഗൈസ്, ആ കളി തോറ്റു ഗൈസ്. ശേ, ആ കളി നമുക്ക് ജയിക്കാന്നുള്ളായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് ഓർത്താണ് ഇത് വെച്ചിരുന്ന. എനിക്ക് എഡിറ്റ് ചെയ്യാമെന്നറിയില്ല. എൻ്റെ അകത്ത് കട്ട് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വീഡിയോ ഇടും. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ബായ്. അയ്യോ, ഇമോട്ടൊക്കെ ഇടണം ഗൈസ്. അപ്പം എല്ലാവർക്കും ബായ്.